നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചു സംസാരിക്കാറുള്ള വ്യക്തിയാണ് പ്രശസ്ത മാധ്യമ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ. അടുത്തിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമായി മാറ്റും എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൽ വളരെയധികം വിവാദമായി മാറിയിരുന്നു. ഇത്തവണ പുള്ളിയചാരിയാണ് ഇസ്ലാം മതത്തെ മൊത്തമായി ജയശങ്കർ പുച്ഛിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ജയശങ്കറിന് വളരെ ശക്തമായ രീതിയിൽ ചുട്ട മറുപടി കൊടുത്തുകൊണ്ടെത്തിയിരിക്കുകയാണ് ഒരു കോൺഗ്രസുകാരൻ കൂടിയായ നടൻ ജഗദീഷ്. ജഗദീഷ് പറഞ്ഞതിങ്ങനെ: അഡ്വക്കേറ്റ് ജയശങ്കർ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ്. ഓരോ വിഷയത്തിലും അദ്ദേഹത്തിന് ഉള്ളത്ര അറിവുള്ള ആരെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നതുപോലും സംശയമാണ്. അത്ര പഠിച്ചിട്ടാണ് അദ്ദേഹം ഓരോ വിഷയവും അവതരിപ്പിക്കാറുള്ളത്. അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി ഇതുപോലെ വർഗീയത പറയുന്നത് ശരിയായ ഏർപ്പാടാണെന്ന് തോന്നുന്നില്ല. എല്ലാ മതങ്ങളെയും പോലെ തന്നെ മുസ്ലിങ്ങളും കേരളത്തിന്റെ ജീവനാഡിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച സമുദായമാണ് മുസ്ലിം സമുദായമെന്ന് കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാഷാപരമായും സാംസ്കാരികപരമായും സ്വാതന്ത്ര്യസമരത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അവർ അങ്ങനെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. അവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ എല്ലാ മതങ്ങളെയും പോലെ തന്നെ തുല്യ അവകാശമുണ്ട്. മീഡിയാവൺ എന്ന ചാനലിലെ അടുപ്പുകൂട്ടി ചർച്ചയെ ആക്ഷേപിച്ചുകൊണ്ട് താങ്കൾ പലതവണ സംസാരിക്കുന്നതായി കേട്ടിട്ടുണ്ട്. ആ ചർച്ച നടത്തുന്ന നിഷാദും ദാവൂദും അജിംസുമൊക്കെ താങ്കളുടെ കണ്ണിലെ കരടാണ്. ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം എന്ന് പറയുന്നതുകൊണ്ട് മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ ഒരു മാതൃകാ രാജ്യമാക്കി മാറ്റണം എന്നത് മാത്രമാണ്. അല്ലാതെ ഇന്ത്യയിലുള്ള എല്ലാ ഹിന്ദുക്കളെയും നിർബന്ധമായും മതപരിവർത്തനം നടത്തി മുസ്ലിങ്ങളാക്കി മാറ്റണം എന്നൊന്നുമല്ല. പണ്ട് ഗാന്ധിജി പോലും പറഞ്ഞിരുന്നു, അറേബ്യയിൽ ഉമർ ഭരിച്ച കാലത്തേതുപോലുള്ള സദ്ഭരണം ഇന്ത്യയിലും വരണമെന്ന്. അതുകൊണ്ട് ഇസ്ലാമിക ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ജാതി മത വർണ്ണ ലിംഗഭേദമന്യേ തുല്യത കൊണ്ടുവരണം എന്നത് മാത്രമാണ്. ഇതൊന്നും അറിയാത്ത വ്യക്തിയല്ല താങ്കൾ എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നുമറിയാത്തവനെ പോലെ സംസാരിക്കുന്നതെന്ന സംശയം മാത്രമേ ആളുകൾക്കുള്ളൂ. ജഗദീഷ് കൂട്ടിച്ചേർത്തു.